ഡിസംബർ 9 തിങ്കളാഴ്ച. ലൂക്ക 1:26 മുതൽ 38 വരെ വാക്യങ്ങൾ. തിരുസഭ ഡിസംബർ 8 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നു. എന്നാൽ ഈ വർഷം ഡിസംബർ 8 ഞായറാഴ്ച ആയിരുന്നതിനാൽ ഈ തിരുനാൾ ഇന്നാണ് ആഘോഷിക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ തിരുനാൾ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലെ അവതാരമായിട്ടാണ്. എന്നാൽ അതല്ല വാസ്തവം. ഈ തിരുനാൾ മറിയത്തിൻ്റെ അമ്മ അന്ന മറിയത്തെ തൻ്റെ ഉദരത്തിൽ പാപസ്പർശമേൽക്കാതെ ഗർഭം ധരിച്ചു എന്ന വാർത്തയാണ് ഈ തിരുനാൾ. കാരണം മറിയം യേശുവിൻ്റെ അമ്മയാകും. ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും നമുക്കെല്ലാവർക്കും പാരമ്പര്യമായി ലഭിച്ച ആദി പാപത്തിൽ നിന്ന് ദൈവം മറിയത്തെ ഒഴിവാക്കി. ലൂക്കാസ് സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പറയുന്ന ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞ വാക്കുകളിൽ കൃപ നിറഞ്ഞവളെ വന്ദനം ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കാം. ഇന്നത്തെ സുവിശേഷം ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുക്കൽ മംഗളവാർത്തയുമായി വരുന്ന സംഭവമാണ്. ഇവിടെ മറിയത്തിൻ്റെ 2 മനോഭാവങ്ങൾ നമുക്ക് കാണാം. അവൾക്ക് ലഭിച്ച അതുല്യമായ സമ്മാനം എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. പാപത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമായ ഒരു ഹൃദയം മറിയത്തിനുണ്ടായി. 2 മനോഭാവങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള വിസ്മയം. 2, ലളിതമായ കാര്യങ്ങളിലുമുള്ള വിശ്വസ്തത. ആദ്യത്തേത് വിസ്മയം. ദൂതൻ മറിയത്തോട് പറയുന്നു, കൃപ നിറഞ്ഞവളെ സന്തോഷിക്കൂ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ലൂക്കാസ് കുറിക്കുന്നു, ഇത് കേട്ടപ്പോൾ മറിയം വളരെ വിഷമിച്ചു. ഏതു തരം അഭിവാദനമാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൾ ആശ്ചര്യപ്പെട്ടു, അസ്വസ്ഥയായി. കൃപ നിറഞ്ഞവൾ എന്ന് തന്നെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവൾ ആശ്ചര്യപ്പെടുന്നു. മറിയത്തിൻ്റെ എളിമയാണ് ഇവിടെ നാം കാണുന്നത്. ദൈവസ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയം. വളരെ ശ്രേഷ്ഠമായ ഒരു മനോഭാവമാണിത്. കർത്താവിൻ്റെ ദാനങ്ങൾക്ക് മുമ്പിൽ ആശ്ചര്യപ്പെടുക, ഒരിക്കലും അവയെ നിസ്സാരമായി കാണാതിരിക്കുക, അവയുടെ മൂല്യത്തെ വിലമതിക്കുക, അത് കൊണ്ടുവരുന്ന വിശ്വാസത്തിലും ആർദ്രതയിലും സന്തോഷിക്കുക. ദൈവത്തിൻ്റെ ദാനങ്ങളെക്കുറിച്ചും ദൈവം നൽകുന്ന നന്മയെക്കുറിച്ചും താഴ്മയോടെ സംസാരിക്കുന്ന ഈ വിസ്മയം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടതും പ്രധാനമാണ്. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഞാൻ എങ്ങനെയാണ് ആശ്ചര്യപ്പെടുന്നത്? ചില സമയങ്ങളിൽ അത്ഭുതം കൊണ്ട് നിറയുകയും അത് ആരോടെങ്കിലും പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ടോ? അതോ ഞാൻ എപ്പോഴും മോശമായ കാര്യങ്ങളെക്കുറിച്ചും ദുഃഖകരമായ കാര്യങ്ങളെക്കുറിച്ചും ആണോ ശ്രദ്ധിക്കുന്നത്, പങ്കുവയ്ക്കുന്നത്? രണ്ടാമത്തെ മനോഭാവം മറിയത്തിൻ്റെ ലളിതമായ കാര്യങ്ങളിലുള്ള വിശ്വസ്തതയാണ്. ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിക്കുന്നതിന് മുമ്പ് സുവിശേഷം മറിയത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അവളുടെ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന മറ്റ് പെൺകുട്ടികൾക്ക് തുല്യമായ ഒരു ലളിതമായ പെൺകുട്ടിയാണ്
നാം കാണുന്നത്. തൻ്റെ ലാളിത്യം കാരണം ദൈവകൃപയാൽ ഗർഭം ധരിച്ച ആ നിഷ്കളങ്ക ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിച്ച ഒരു പെൺകുട്ടി. ഇതും പ്രധാനമാണ്. ദൈവത്തിൻ്റെ മഹത്തായ ദാനങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് ദൈനംദിനം ദൃശ്യമല്ലാത്തതുമായ കാര്യങ്ങളെ എങ്ങനെ വിലമതിക്കണമെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. നന്മയിലുള്ള മറിയത്തിൻ്റെ ദൈനംദിന വിശ്വസ്തയോടെയാണ് ദൈവത്തിൻ്റെ സമ്മാനം അവളുടെ ഉള്ളിൽ വളരാൻ അനുവദിച്ചത്. കർത്താവിനോട് പ്രതികരിക്കാനും ജീവിതകാലം മുഴുവൻ അവനോട് അതെ എന്ന് പറയുവാനും അവൾ പരിശീലിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് നമുക്കും സ്വയം ചോദിക്കാം, ദൈനംദിന സാഹചര്യങ്ങളിലും ആത്മീയ യാത്രയിലും ദൈവത്തോടുള്ള വിശ്വസ്തത പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? സുവിശേഷം വായിക്കാനും പ്രാർത്ഥിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും പാപമോചനം എന്ന കൂദാശ സ്വീകരിക്കാനും ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? കർത്താവിൻ്റെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യാൻ ആവശ്യമായ ചെറിയ ദൈനംദിന തിരഞ്ഞെടുപ്പുകൾ ഇവയൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ആശ്ചര്യപ്പെടാനും ഓരോ ദിവസവും വിശ്വസ്ത ഔദാര്യത്തോടെ അവയോട് പ്രതികരിക്കാനും മറിയം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.